പെട്രോളൊക്കെ ആരെങ്കിലും മോഷ്ടിക്കുവോ? അതും പമ്പിൽ കയറിയിട്ട്. ഇപ്പൊ പെട്രോൾ പമ്പിൽ നടന്ന ഒരു റോബറി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ് കേട്ടോ. അപ്പൊ ഇതില് 3 പ്രയോഗങ്ങള്, വാക്കുകള് നമുക്ക് പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. മുക്കത്ത് നടന്ന സംഭവം നിങ്ങളൊക്കെ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. പെട്രോൾ പമ്പ് റോബറി, main accused who attacked employee with chili powder nabbed. ഇതാണ് ന്യൂസ്. സിമ്പിൾ പരിപാടിയാണ്. അതില് ചില്ലിയൊക്കെ കാണുന്നുണ്ട് അല്ലെ? ചില്ലി നമുക്കൊക്കെ മനസ്സിലായിണ്ടാവും. ചില്ലി, മുളക് അല്ലെ? മുളക് പൊടി പ്രയോഗമൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് തോന്നണേ. ഓക്കെ, അപ്പൊ പെട്രോൾ പമ്പ് റോബറി, പെട്രോൾ പമ്പിൽ നടന്ന റോബറി, ഇവിടെ പിടിച്ചുപറി എന്നർത്ഥം വെക്കാം. റോബറി, കൊള്ള, കളവ്, ഓക്കെ, കൊള്ള, കളവ്, ഇതൊക്കെ റോബറിന്റെ അർത്ഥമാണ്. പിടിച്ചുപറി എന്ന് അർത്ഥമുണ്ട്. അപ്പൊ പെട്രോൾ പമ്പിൽ നടന്ന റോബറി, പിടിച്ചുപറി അല്ലെങ്കിൽ മോഷണം ആയിക്കോട്ടെ. മെയിൻ അക്യൂസ്ഡ്, പ്രധാനപ്പെട്ട പ്രതി അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ട ആൾ, അതാണ് അക്യൂസ്ഡ്. അക്യൂസ്ഡ് കുറ്റാരോപിതൻ, കുറ്റം ആരോപിക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ പ്രതി എന്ന് പറയാം. അക്യൂസ്ഡ് ഹു അറ്റാക്ഡ് എംപ്ലോയി വിത്ത് ചില്ലി പൗഡർ, മുളകുപൊടി കൊണ്ട് പെട്രോൾ പമ്പിലെ ജോലിക്കാരനെ അറ്റാക്ക് ചെയ്ത് ആക്രമിച്ച അക്യൂസ്ഡ്, അദ്ദേഹത്തെ നാബ്ഡ്, പിടികൂടി എന്നാണ് അർത്ഥം. നാബിന് പിടികൂടുക എന്നുള്ള അർത്ഥമുണ്ട്, തട്ടിയെടുക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും തട്ടിയെടുത്താലും നാബ്ഡ് എന്ന് പറയും കേട്ടോ. ഇവിടെ നാബ്ഡ് പിടികൂടി എന്നാണ്. അപ്പൊ മുളക് പൊടി പ്രയോഗം നടത്തിയ പ്രതിയെ അല്ലെങ്കിൽ കുറ്റവാളിയെ നാബ്ഡ്, പിടികൂടി, നാബ്ഡ്, പിടികൂടി. അപ്പൊ ഇതില് റോബറി, റോബറി പിടിച്ചുപറി, കളവ്, മോഷണം എന്നൊക്കെ അർത്ഥം വെക്കാം. അക്യൂസ്ഡ് കുറ്റം ആരോപിക്കപ്പെട്ട ആൾ. ചില്ലി പൗഡർ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? മുളക് പൊടി നമുക്കറിയാം. നാബ്, നാബ് എന്ന് പറഞ്ഞാൽ പിടികൂടുക. നാബിന് വേറെ അർത്ഥം കൂടി ഉണ്ട് കേട്ടോ, നമ്മൾ പറഞ്ഞു. അപ്പൊ നാബ്ഡ് പിടികൂടി. ഇനി ഇത് മറക്കൂലല്ലോ അല്ലെ?